അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലേവേഴ്സിലുള്ള കേക്കുകളാണ് ഓർഡർ. ടെൻഡർ കോക്കനട്ട് ഉണ്ട്, റെയിൻബോ കേക്ക്, അതേപോലെ ചോക്കോ ആൽമണ്ട്, അങ്ങനെയുള്ള കേക്കുകളാണ് ഇന്നത്തെ ഓർഡർ കേട്ടോ. അപ്പോൾ ഇന്ന് വൈകിട്ട് നമ്മൾ ഒന്ന് മലയാറ്റൂർ പോകുന്നുണ്ട്. പിള്ളേരും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ കേക്കുകളുടെ വർക്കൊക്കെ ഫിനിഷ് ചെയ്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോൾ എന്തായാലും കേക്കിൻ്റെ വർക്കുകളൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ഈ ഒരു ഹാഫ് kg ടെൻഡർ കോക്കനട്ട് കേക്കിൻ്റെ ഡിസൈനിങ് ആണ് കേട്ടോ. ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റ് ആയതിന് ശേഷമാണ് ചെയ്യുന്നത്. അപ്പോൾ മോഡൽ നിങ്ങളിപ്പോൾ ഈ കണ്ട ഫോണിൽ കണ്ട മോഡലാണ് കേട്ടോ. അപ്പോൾ അത് ആദ്യം ഒന്ന് ചെയ്തെങ്കിലും എനിക്ക് എന്തോ ഭയങ്കര ഒരു അപാകത തോന്നി, ഒട്ടും ഫിനിഷിങ് അല്ലാത്ത പോലെ തോന്നിയത് കാരണം രണ്ടാമത് ക്രീം എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് കേക്കുമേന്ന് വടിച്ചെടുത്തിട്ട് നോസിലും ഞാൻ പതിയൊന്ന് മാറ്റിയായിരുന്നു. ആദ്യം കുറച്ച് വലിയൊരു ഫ്ലവർ നോസിലാണ് യൂസ് ചെയ്തത്. പിന്നെ വിചാരിച്ചു അത്രയും വലുത് വരുമ്പോൾ ഒരു ബോറായിരിക്കും എന്ന് കണ്ടത് കാരണം പിന്നെ ചെറിയ ഫ്ലവർ നോസിൽ വെച്ചിട്ട് ഇതേപോലെ മേളിൽ കംപ്ലീറ്റ് ആയിട്ടൊന്ന് കൊടുത്തിട്ടോ. കുറച്ച് ക്ഷമയും പിന്നെ അതേപോലെ തന്നെ നല്ല സമയം എടുക്കുന്നൊരു പരിപാടിയാണ്. അങ്ങനെ അത് ഫിനിഷ് ചെയ്തിട്ട് താഴെ നമ്മൾ നോർമലായിട്ട് ഫൈനൽ കോട്ട് ചെയ്തിട്ട് നമ്മൾ ഷേപ്പ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത് നമ്മുടെ നൈഫ് ഉണ്ടല്ലോ, ചെറിയ നൈഫ്, അത് വെച്ചാണ് സൈഡിലുള്ള ഡിസൈൻ കൊടുത്തിട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ചെറുതും വലുതുമായിട്ടുള്ള വൈറ്റ് കളറിലെ ഷുഗർ ബോർഡ്സും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഡിസൈൻ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു മോഡലിൽ തന്നെയാണ് അവർ ചെയ്യാനായിട്ട് അയച്ചു തന്നത് കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. പിന്നെ ഞാൻ ബേസിൽ പേരും കൂടി എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഫോട്ടോ എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനി അടുത്തത് നമുക്ക് ഉണ്ടായിരുന്നത് ഒരു ഹാഫ് kg വരുന്ന ഒരു വൈറ്റ് ഫോറസ്റ്റ് ആട്ടോ. ഇപ്പോൾ കുറേ അധികമായിട്ട് നമുക്ക് ഈ ഹാഫ് kg കേക്കിൻ്റെ ഓർഡറുകൾ കുറച്ച് അധികം ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1 kgയുടെ ബാറ്റർ റെഡിയാക്കിയിട്ട് 2 ടിന്നിലായിട്ട് ബേക്ക് ചെയ്യും. ചോക്ലേറ്റ് സ്പഞ്ച് ആണെന്നുണ്ടെങ്കിലും വാനില സ്പഞ്ച് ആണെന്നുണ്ടെങ്കിലും ഒരു സ്പഞ്ച് ഞാൻ എക്സ്ട്രാ ചെയ്ത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. കാരണം പെട്ടെന്നായിരിക്കും ഓർഡർ വന്നത്, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കുമല്ലോ. ഈ ഒരു സ്പൈഡർമാൻ്റെ ഡിസൈനും നമുക്ക് കസ്റ്റമർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാനിവിടെ താഴെ ബേസിൽ തന്നെയാണ് പേരും കൂടി എഴുതുന്നത്. മേലിൽ എഴുതാമെന്ന് വിചാരിച്ചെങ്കിലും പക്ഷേ ആ ഒരു വെബിൻ്റെ ഡിസൈൻ നമുക്ക് അങ്ങോട്ട് ഫുള്ളായിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം ഞാൻ താഴെ തന്നെ എഴുതിയിട്ടോ. പിന്നെ ചില വെബുകൾ ഇങ്ങനെ താഴേക്ക് ഒഴുകി വന്നായിരുന്നു, കാരണം ചൂട് കൂടുതലായത് കാരണം ചോക്ലേറ്റ് ഒക്കെ അത്യാവശ്യം മെൽറ്റ് ആവുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ കേക്കും ഫിനിഷ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നൊരു 3 കേക്കാണ് നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നത്. ഇതൊരു ചോക്കോ ആൽമണ്ട് കേക്ക് നമുക്ക് പെട്ടെന്ന് വന്നൊരു ഓർഡർ ആയിരുന്നു. ഉച്ചയായപ്പോൾ വിളിച്ചിട്ട് നമുക്ക് വൈകുന്നേരം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൽമണ്ടൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചു. പിന്നെ നമുക്ക് അതിന് വേണ്ട ചോക്ലേറ്റ് ഗനാഷിന് വേണ്ട ചോക്ലേറ്റും ബട്ടറൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായില്ലേ, നമ്മൾ ഹാഫ് kgയുടെ കേക്കിൻ്റെ ഓർഡർ വരുമ്പോൾ ഇപ്പോൾ 1 kgക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ ആയിട്ടാണ് റെഡിയാക്കി വെക്കണേന്ന്. അപ്പോൾ അതേ 2 6 ഇഞ്ചിൻ്റെ ടിന്നിലായിട്ട് ഞാൻ ഇതുപോലെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ. ഇതിലൊരു സ്പഞ്ചാണ് നമുക്ക് ആവശ്യം ചോക്കോ ബട്ടർ സ്കോച്ച് കേക്കിന്. മറ്റേത് നമ്മളിപ്പോൾ തണുത്തൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കും കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള നമ്മളുടെ വിപ്പിംഗ് ക്രീമൊക്കെ ഒന്ന് രണ്ടാമത് ബീറ്റ് ചെയ്തെടുത്താണ്. ആദ്യം ബീറ്റ് ചെയ്തതൊക്കെ കുറച്ച് തീർന്നുണ്ടായിരുന്നു. അപ്പോൾ തികയാത്ത കാരണം കുറച്ചും കൂടി ക്രീമൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കിയത് ആ ഒരു വിപ്പിംഗ് ക്രീമിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ചോക്കോ ആൽമണ്ട് കേക്കാണ് കേട്ടോ. ഫില്ലിങ്ങിൻ്റെ വീഡിയോ ഞാൻ എടുത്തതായിരുന്നു, പക്ഷേ അത് ഓണാക്കാനായിട്ട് മറന്നു പോയിട്ടോ. അതുകൊണ്ട് ആ ഒരു വീഡിയോ എൻ്റെ നിന്ന് മിസ്സായി. അപ്പോൾ എന്തായാലും ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഫൈനൽ കോട്ട് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഫില്ലിംഗ് ആയിട്ട് കൊടുത്തത് നമ്മൾ റോസ്റ്റ് ചെയ്ത ആൽമണ്ട്, അതുപോലെ തന്നെ ചോക്ലേറ്റ് ചിപ്സ്, പിന്നെ ചോക്ലേറ്റ് ഗനാഷ്, അതൊക്കെയാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു ചോക്ലേറ്റ് ആഡ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീം വെച്ചിട്ട് തന്നെ ക്രം കോട്ടിങ്ങും ഫൈനൽ കോട്ടിങ്ങും എല്ലാം ചെയ്തു. പിന്നെ അതേ ലാസ്റ്റ് ഇതുപോലെ ഒരു ഡിസൈൻ ഇങ്ങനെ മേലിൽ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വന്നൊരു ഓർമ്മയിൽ വന്ന ഡിസൈൻ ആയത് കാരണം അത് കൊടുത്തു. കസ്റ്റമർ നമുക്ക് പ്രത്യേകിച്ച് റെഫറൻസും കാര്യങ്ങളൊന്നും തന്നിട്ടുണ്ടായില്ല കേട്ടോ. പിന്നെ നോസിലും അതുപോലെ ഷുഗർ ബീഡ്സ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്തു. പിന്നെ പേര് എഴുതി കേട്ടോ. അപ്പോൾ അതിന് മേലിൽ തന്നെയാണ് പേര് എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഞാൻ മാറ്റി വെച്ചൊരു കേക്കാണ് ഈ റെയിൻബോ കേക്ക് കേട്ടോ. കാരണം കുറച്ചധികം സമയം വേണം. അതുപോലെ തന്നെ എൻ്റെ 6 ഇഞ്ചിൻ്റെ 3 ടിന്നാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ബാക്കി കേക്കുകളൊക്കെ ചെയ്ത് വന്ന് ടിന്നൊന്ന് ഫ്രീ ആയിട്ട് വേണം നമുക്ക് ഈ ഒരു കേക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ മൊത്തം നമ്മൾ 1 kgയുടെ ബാറ്റർ റെഡിയാക്കിയിട്ട് 6 ഡിവൈഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ 6 എണ്ണത്തിലും 6 കളേഴ്സ് ആഡ് ചെയ്തു. പിന്നെ 3 ടിന്നിലായിട്ട് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുത്തു. അങ്ങനെ 2 ട്രിപ്പായിട്ടാണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ 1 kg എന്ന് പറയുമ്പോൾ നമുക്ക് 6 ലെയേഴ്സ് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അത് തന്നെ അത്യാവശ്യം 1 kgക്ക് മുകളിലുണ്ടാവും. അപ്പോൾ റെയിൻബോ ആകുമ്പോൾ നമ്മൾ കോമൺ ആയിട്ടൊരു ഇതുണ്ടാവും, 7 കളർ വേണമല്ലോ എന്നുള്ളത്. അപ്പോൾ 7 കളറും കൂടി ആക്കി പിന്നെ നമ്മുടെ ക്രം കോട്ടിങ്ങും ഫൈനൽ കോട്ടിങ്ങും ഒക്കെ ചെയ്ത് വരുമ്പോഴേക്കും ഏകദേശം ഒരു 1.5 അത്രയൊക്കെ വെയിറ്റ് വരും. അപ്പോൾ നമ്മൾക്ക് 1 kg ആണ് കസ്റ്റമർ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു 6 കളേഴ്സ് കൊടുത്തിട്ട് റെയിൻബോ കേക്ക് സെറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് കസ്റ്റമർ മോഡൽ റെഫറൻസ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വെഡിങ് ആനിവേഴ്സറി കേക്കായിരുന്നു. എൻ്റെ കൂടെ +2 പഠിച്ച ഒരു ഫ്രണ്ടായിരുന്നു കേട്ടോ. അവൻ്റെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് തന്ന ഓർഡർ ആയിരുന്നു. അപ്പോൾ ഇതേപോലെ ഒരു യെല്ലോ ഷെയ്ഡ് കൊടുത്തിട്ട് പിന്നെ ഇതിൽ ഷുഗർ ബീഡ്സ് ഇടാനായിരുന്നു. ഈ സൈഡ് നമുക്ക് ഇതേപോലെ ഷാർപ്പ് എഡ്ജ് വേണ്ടാത്ത ഒരു ഡിസൈനാണ് തന്നിട്ടുണ്ടായിട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതേപോലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ആ ബേസിൽ പേരൊക്കെ എഴുതി
അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞു. ഞാൻ ഡെലിവറിയും ചെയ്തു. 2 ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് അമ്മച്ചീനെ ഏൽപ്പിച്ചിട്ട് പോന്നു കേട്ടോ. അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 3 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇറങ്ങണമെന്നാണ് ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷേ കേക്കിൻ്റെ വർക്കും പിന്നെ ഹെസക്കുട്ടി അംഗൻവാടിയിൽ നിന്ന് വന്ന് കഴിഞ്ഞ് ഫുഡൊക്കെ കൊടുത്ത് രണ്ടുപേരെയും കുളിപ്പിച്ച് അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ ഏകദേശം ഒരു 4 മണിക്ക് കഴിഞ്ഞിട്ടുണ്ടായിട്ടോ. പിന്നെ ഞങ്ങൾ പറൂര് വന്ന് മമ്മീനെയും കൂടി പിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ പോവാൻ കേട്ടോ. പക്ഷേ പോകുന്ന വഴി ഞങ്ങൾക്ക് നല്ല അടിപൊളി മഴ കിട്ടിയായിരുന്നു. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു മഴ. അവിടെ എത്തുന്നവരെയും ഭയങ്കര ശക്തിയായിട്ടുള്ള മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കാർ പാർക്ക് ചെയ്യുന്ന ടൈമിൽ നല്ല മഴയായിരുന്നു കേട്ടോ. ഞങ്ങളൊരു അരമണിക്കൂറിൽ കൂടുതൽ അവിടെ പാർക്ക് ചെയ്തിട്ട് അതിൽ വണ്ടി തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു. കാരണം ആകെ ഒരു കുട ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ പിള്ളേരും എല്ലാവരും കൂടി ഉള്ളത് കാരണം പിന്നെ ഞങ്ങൾ റിസ്ക് എടുക്കാൻ നിന്നില്ല. മഴ മാറിയിട്ട് ഇറങ്ങാന്നുള്ള രീതിയിൽ തന്നെ ഇരുന്നു. പിന്നെ കുറച്ചൊന്ന് കുറഞ്ഞു നിന്നപ്പോഴേക്കും ഞങ്ങൾ കുടയൊക്കെയായിട്ട് ഇറങ്ങി. നമ്മൾ മല കയറുന്നതിന് മുന്നേ താഴെയായിട്ട് ഇതേപോലെ ഒരു രൂപം നമുക്ക് തിരിയൊക്കെ കത്തിക്കാൻ പറ്റിയ ഒരു സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ ഡാനിക്കുട്ടിനും ഹെസക്കുട്ടിയും ഫസ്റ്റ് ടൈം വരുന്നത് കാരണം ഞങ്ങൾ ഇവിടെ താഴെ കുറച്ച് നേരമൊക്കെ നിന്ന് അവിടെ അവരെയൊക്കെ ഒന്ന് കാണിച്ചൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ ഇതുപോലെ ഒരു വഴിയൊക്കെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അവിടെ കാൽത്താമസം ഉണ്ടാവുന്നുള്ളത് അറിയില്ല. അപ്പോൾ നമുക്ക് ഇതിലെ താഴേക്ക് ഇറങ്ങുകയും ചെയ്യാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ പിള്ളേരെ എടുത്തൊക്കെ ഒരുപാട് പേര് കയറാറുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര ടെൻഷനാണ് അങ്ങനെ എടുത്ത് കയറുമ്പോൾ. നമ്മൾ വല്ല വീണ് പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിള്ളേരും വീഴും. അപ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ ഉള്ളത് കാരണം ഞങ്ങൾ ഇതുവരെ റിസ്ക് എടുത്തിട്ടില്ല. ഇപ്രാവശ്യം പിന്നെ അവർ ഇച്ചിരി കൂടി വലുതായത് കാരണം അവരെയും കൂടി കൊണ്ടുവന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടെ തിരിയൊക്കെ കഴിഞ്ഞിട്ട് മല കയറാനായിട്ട് തുടങ്ങി കേട്ടോ. കല്ലിലൊക്കെ ചവിട്ടുമ്പോൾ ഒരു വിഴുക്കൽ പോലെ ഉണ്ട്. പിന്നെ ഇതേപോലെ ഇങ്ങനെ നിരപ്പായ സ്ഥലം വന്നപ്പോൾ നമുക്ക് വലിയ കുഴപ്പമുണ്ടായില്ല. മണ്ണിൻ്റെ മേളിൽ കൂടി ഇങ്ങനെ ചവിട്ടി പോകാൻ പറ്റുമായിരുന്നു. അപ്പോൾ എവിടെ വരെ കയറാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പില്ല. ഇവരൊക്കെ എപ്പം അടുക്കുന്നു അവിടെ വെച്ച് ഇറങ്ങിപ്പോരാന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ കയറുന്നത്. ഡാനിക്കുട്ടിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അവൻ തനിയാണെന്നുണ്ടെങ്കിലും കയറി പോകുന്നുണ്ടായിരുന്നു. ഇതിലേക്ക് ആനകൾ വരാറുണ്ടെന്നുള്ളത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. 1-2 വീഡിയോസും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്തൊക്കെ എത്തുമ്പോൾ ചെറിയൊരു ടെൻഷനാണ്. കാരണം ആനയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഏകദേശം 1-ാം സ്ഥലം അടുക്കുന്നവരെ കയറിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് നടന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ കുറച്ച് കൂടുതലായിട്ട് പൊടിയുന്നുണ്ടായിരുന്നു. അപ്പോൾ മുകളിലെത്തുമ്പോൾ ഇനി മഴ കൂടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുടയും കാര്യങ്ങളൊന്നുമില്ല, പിള്ളേരെല്ലാം നനയും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മുടെ അടിവാരത്തുള്ള പള്ളിയിൽ വന്നായിരുന്നു കേട്ടോ. ഈ പള്ളിയുടെ സൈഡിൽ കാണുന്നതാണ് പഴയ പള്ളി. ഇത് പുതിയ പള്ളിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പുതിയ പള്ളിയിൽ കയറിയിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് പഴയ പള്ളിയിലേക്ക് പോകാമെന്ന് കരുതി. അപ്പോൾ ഇവിടെ ഇപ്പോൾ കുറച്ചടുത്തായിട്ടാണ് ഈ പള്ളിയുടെ റിനോവേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു ആൾക്കാരും കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. അപ്പോൾ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾക്ക് കുറേ രൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ മുത്തിയിട്ട് നമ്മൾ പഴയ പള്ളിയിലേക്ക് വന്നു. ഇതിപ്പോൾ നിത്യാരാധനക്കുള്ള ഒരു ചാപ്പലാണ് കേട്ടോ. അപ്പോൾ അവിടെ വന്നിട്ടും ഒരുപാട് പേര് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഞങ്ങളും കുറച്ച് നേരം പ്രാർത്ഥിച്ചു. പിന്നെ നേർച്ചയ്ക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് വന്നപ്പോൾ നമ്മളുടെ മലയാറ്റൂർ മല കയറുന്നതിന് താഴെ ഒരു ചെറിയ പാർക്കുണ്ട്. അവിടെ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. പക്ഷേ മഴ കാരണം നമുക്ക് അവിടെ കയറാനായിട്ട് പറ്റിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളുടെ ഈ ഒരു പള്ളിയുടെ സൈഡിലായിട്ട് നമുക്കൊരു പുഴയുണ്ട്, പെരിയാറിൻ്റെ വലിയ പുഴയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇറങ്ങാമല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ പിന്നെ താഴേക്ക് പോയിട്ട് കുറച്ച് നേരം നമ്മൾ അവിടെ ഒന്ന് ചിലവഴിച്ചു. അപ്പോൾ ഡാനിക്കുട്ടിന് പൊതുവേ ഇതേപോലെ വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് കുറച്ച് പേടിയാണ്. പക്ഷേ ഹെസക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഹെസക്കുട്ടിയും ചേട്ടനും കൂടി കുറച്ച് നേരം വെള്ളത്തിലേക്ക് ഇറങ്ങി. വേറെയും കുറച്ച് ഫാമിലീസൊക്കെ ആ സൈഡിൽ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം പിന്നെ ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഇതിൻ്റെ അവിടെ സൈഡിലായിട്ട് ഒരു ബോർഡർ ലൈൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് പോകാനായിട്ട് പാടില്ല കേട്ടോ. ഒരുപാട് അപകടങ്ങൾ നടന്നിട്ടുള്ളൊരു സ്ഥലം കൂടി ആയത് കാരണം നമ്മൾ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഒരുപാട് ദൂരത്തേക്കൊന്നും പോവാതെ അരികത്ത് തന്നെ മാക്സിമം നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഞങ്ങളുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ടാറ്റാ.